ഓൺലൈൻ നഴ്സിംഗ് എഡ്യൂക്കേഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അനാറ്റമി ആൻഡ് ഫിസിയോളജി ഓഫ് നെർവസ് സിസ്റ്റത്തിൻ്റെ മൂന്നാമത്തെ ക്ലാസ്സാണ് ഇന്ന് അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. Question number 31. The stimulation of muscle fiber by a motor neuron occurs at option A, myofilament, option B, neuromuscular junction, option C, skin, and option D, മസിൽ ടിഷ്യൂ. മോട്ടോർ ന്യൂറോൺ മസിൽ ഫൈബറെ എവിടെ വെച്ചാണ് സ്റ്റിമുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം. ഇതിൻ്റെ ശരി ഉത്തരം ഓപ്ഷൻ ബി, ന്യൂറോ മസ്കുലാർ ജംഗ്ഷനാണ്. ഇവിടെ പിക്ചറിൽ മോട്ടോർ എൻഡ് പ്ലേറ്റ്സ് എന്ന് കാണിച്ചിരിക്കുന്ന സ്മോൾ ഡോട്ട്സ് പോലെയുള്ള സ്ഥലമാണ്. ഈ ന്യൂറോ മസ്കുലാർ ജംഗ്ഷനിൽ വെച്ചാണ് ന്യൂറോൺ മസിൽ ഫൈബറെ സ്റ്റിമുലേറ്റ് ചെയ്യുക. അതനുസരിച്ച് മസിൽ കോൺട്രാക്ഷൻസ് ഉണ്ടാകുന്നു, ആക്ഷൻസിലേക്ക് ലീഡ് ചെയ്യുന്നു. ഈ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ന്യൂറോ മസ്കുലാർ ജംഗ്ഷൻ എന്നുള്ളതാണ്. Question number 32. The Alzheimer's disease is linked with the deficiency of option A, acetylcholine, option B, dopamine, option C, serotonin, and option D, gamma-aminobutyric acid. ഈ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം അസറ്റൈൽകൊലീൻ ആണ്. അസറ്റൈൽകൊലീൻ എന്ന് പറയുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. അസറ്റൈൽകൊലീൻ്റെ ഡെഫിഷ്യൻസി അൾഷിമേഴ്സ് ഡിസീസുമായിട്ട് ലിങ്ക് ചെയ്ത് കാണപ്പെടുന്നു. Question number 33. Vital centers are located in which part of the brain? Option A, cerebrum, option B, cerebellum, option C, pons, and option D, medulla oblongata. ഹ്യൂമൻ ബോഡിയിൽ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിൻ്റെ ഭാഗമായി, അതായത് ഇൻവോളണ്ടറി ഫംഗ്ഷനെ റെഗുലേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഗ്രൂപ്പ് ഓഫ് ന്യൂറോണൽ സെൽസിനെയാണ് വൈറ്റൽ സെൻറ്റേഴ്സ് എന്ന് പറയുക. ഈ വൈറ്റൽ സെൻറ്റേഴ്സ് ലൊക്കേറ്റ് ചെയ്യുന്നത് മിഡില ഒബ്ലോങ്ങേറ്റയിലാണ്. പ്രധാനമായിട്ടും 3 വൈറ്റൽ സെൻറ്റേഴ്സ് ആണുള്ളത്. ഒന്ന് കാർഡിയോ വാസ്കുലർ സെൻറ്റർ, ഹാർട്ട് ബീറ്റ്, ഡയമീറ്റർ ഓഫ് ദ ബ്ലഡ് വെസൽസ് എന്നതിനെയൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നത് ഈ സെൻറ്ററാണ്. രണ്ടാമതായിട്ട് വരിക റെസ്പിറേറ്ററി സെൻറ്ററാണ്. ബ്രീതിങ് ഇൻവോളണ്ടറി ആയിട്ട് നടക്കുന്നു, ആ ഒരു ബ്രീതിങ്ങിൻ്റെ റേറ്റും ഡെപ്ത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നത് റെസ്പിറേറ്ററി സെൻറ്ററാണ്. 3 റിഫ്ലെക്സ് സെൻറ്റർ, ഹ്യൂമൻ ബോഡിയിലുണ്ടാകുന്ന നോർമൽ റിഫ്ലെക്സസ് സച്ച് ആസ് വോമിറ്റിംഗ്, കോഫിംഗ്, സ്നീസിങ്, സോളോയിങ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള റിഫ്ലെക്സുകളുടെ ആക്ടിവിറ്റിയെ റെഗുലേറ്റ് ചെയ്യുന്നതും റിഫ്ലെക്സ് സെൻറ്ററാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് വൈറ്റൽ സെൻറ്റേഴ്സ് ലൊക്കേറ്റ് ചെയ്യുന്നത് ഏത് ബ്രെയിൻ ഭാഗത്താണെന്നുള്ളതാണ്. ഓപ്ഷൻ ഡി, മിഡില ഒബ്ലോങ്ങേറ്റ എന്നുള്ളതാണ് ഈ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം. Question number 34. Coordination of skeletal muscle activity is associated with option A, midbrain, option B, pons, option C, medulla oblongata, and option D, reticular formation. ഓപ്ഷൻ ഡി, റെറ്റിക്കുലർ ഫോർമേഷൻ എന്നുള്ളതാണ് ഈ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം. റെറ്റിക്കുലർ ഫോർമേഷൻ്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷനുകൾ എന്താണെന്ന് നോക്കാം. വോളണ്ടറി സ്കെലറ്റൽ മസിൽസിൻ്റെ മൂവ്മെൻറ്റ്, അതുപോലെ തന്നെ അതിൻ്റെ ബാലൻസ് മെയിൻ്റനൻസ് ആണ് ഒന്നാമത്തെ ഫംഗ്ഷൻ. രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുക ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിൻ്റെ ആക്ടിവിറ്റീനെ കൺട്രോൾ ചെയ്യുക, കോർഡിനേറ്റ് ചെയ്യുക. എക്സാമ്പിൾ കാർഡിയോ വാസ്കുലർ സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ സിസ്റ്റംസ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള സിസ്റ്റത്തിൻ്റെ ആക്ടിവിറ്റീസിനെ കോർഡിനേറ്റ് ചെയ്യുക. മൂന്നാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സെലക്റ്റീവ് അവെയർനെസ് ആണ്. ഇതിന് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു സിക്കായ കുട്ടിയുടെ മൂവ്മെൻറ്റ് കൂടെ കിടന്നുറങ്ങുന്ന അമ്മയ്ക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നു. അതേസമയം റെഗുലറായിട്ട് വീടിൻ്റെ അടുത്തുകൂടി റെയിൽവേ ട്രാക്കിലൂടെ കടന്നു പോകുന്ന ട്രെയിനിൻ്റെ ശബ്ദം ഉറങ്ങുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ശ്രദ്ധിക്കാത്തതുപോലെ ഇത്തരത്തിലുള്ള സെലക്റ്റീവ് അവെയർനെസ് റെറ്റിക്കുലർ ഫോർമേഷൻ്റെ ഫംഗ്ഷനാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, റെറ്റിക്കുലർ ഫോർമേഷൻ എന്നുള്ളതാണ്. Question number 35. Which brain structure coordinates activities associated with body balance and equilibrium? Option A, reticular formation, option B, cerebellum, option C, pons, and option D, medulla oblongata. ബോഡി ബാലൻസ്, ബോഡിയുടെ പോസ്റ്റർ, നോർമൽ ഇക്വിലിബ്രിയം എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ആക്ടിവിറ്റീസിനെ കോർഡിനേറ്റ് ചെയ്യുന്ന ബ്രെയിൻ സ്ട്രക്ചർ സെറിബെല്ലമാണ്. കണ്ണുകളിൽ നിന്നും, ചെവികളിൽ നിന്നും, മസിൽസിൽ നിന്നും, ജോയിൻറ്റിൽ നിന്നുള്ള സെൻസറി ഇൻപുട്ടുകളെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ബോഡിയുടെ പോസ്റ്റർ, ഹെഡിൻ്റെ പൊസിഷൻ, മസിൽസിൻ്റെ ബാലൻസ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ സെറിബെല്ലം ഒരു ഇക്വിലിബ്രിയത്തിലേക്ക് എത്തിക്കുന്നു. അതുപോലെ തന്നെ ലേണിങ്ങിലും ലാംഗ്വേജ് പ്രോസസ്സിങ് ചെയ്യുന്നതിലും സെറിബെല്ലം ഒരു സിഗ്നിഫിക്കൻറ്റ് റോളാണ് ചെയ്യുക. സെറിബെല്ലത്തിൽ ഉണ്ടാകുന്ന ഡാമേജ് ബോഡി മൂവ്മെൻറ്റ്സ് അൺകോർഡിനേറ്റഡ് ആക്കുകയും ഗെയ്റ്റ്, പോസ്റ്റർ തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുകയും ചെയ്യുന്നു. നോർമലി ഗെയ്റ്റ് എന്ന് പറയുന്നത് സ്റ്റഡി ഗെയ്റ്റ് ആണ്.
പോസ്റ്റർ എന്ന് പറയുന്നത് ഇറക്റ്റ് പോസ്റ്ററാണ്. പക്ഷേ ഈ ഒരു പോസ്റ്ററിനും ഗെയ്റ്റിനും ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ഒരു മൂവ്മെൻറ്റ്സ് പ്രിസൈസ് ആയിട്ട് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കറക്റ്റായിട്ട് കോർഡിനേറ്റ് ചെയ്ത് പെർഫോം ചെയ്യാനായിട്ട് ഒരാൾക്ക് സാധിക്കാതെ വരുന്നു. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ബ്രെയിൻ സ്ട്രക്ചർ കോർഡിനേറ്റ്സ് ആക്ടിവിറ്റീസ് അസോസിയേറ്റഡ് വിത്ത് ദ ബോഡി ബാലൻസ് ആൻഡ് ഇക്വിലിബ്രിയം ഏത് എന്നുള്ളതാണ്. അതിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി സെറിബെല്ലം. Question number 36. Spinal cord originates from which part of brain? Option A cerebrum, option B cerebellum, option C medulla and option D pons. സ്പൈനൽ കോഡ് എന്ന് പറയുന്നത് എക്സ്റ്റെൻഡഡ് നെർവസ് ടിഷ്യൂ ആണ്. മിഡുലയിൽ നിന്നാണ് ഇത് ഒറിജിനേറ്റ് ചെയ്യുക. ലംബാർ റീജിയൻ വരെ വെർട്ടിബ്രൽ കോളത്തിലൂടെ നീളത്തിൽ താഴേക്ക് കിടക്കുന്നു. ഇതിൻ്റെ അപ്രോക്സിമേറ്റ് ആയിട്ട് വരുന്ന നീളം എന്ന് പറയുക 45 സെൻറ്റിമീറ്റർ ആണ്. ഇത് ഏകദേശം ലംബാർ 1 and 2 വെർട്ടിബ്രയുടെ ഇടയിലായിട്ട് അത് എൻഡ് ചെയ്യുന്നു. ലെയേഴ്സ് ഓഫ് സ്പൈനൽ കോഡ്, അതുപോലെ ദ എൻഡ് പോയിൻ്റ് ഓഫ് സ്പൈനൽ കോഡ്, ഫുൾ ലെങ്ത് ഓഫ് സ്പൈനൽ കോഡ് എവിടെ നിന്ന് എവിടെ വരെ എന്നുള്ള പിക്ചറുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് നോക്കി മനസ്സിലാക്കാവുന്നതാണ്. ഈ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ സി മിഡുല എന്നുള്ളതാണ്. Question number 37. Total number of spinal nerve is option A 30, option B 38, option C 32 and option D 31. Totally 31 spinal nerves ആണുള്ളത്. Cervical area 8, thoracic area 12, lumbar region 5, sacral region 5, coccygeal 1. ഓരോ പെയർ സ്പൈനൽ നെർവ്സും ബോഡിയുടെ ഒരു സ്പെസിഫിക് റീജിയനുമായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ പിക്ചർ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഓരോ റീജിയൻ അനുസരിച്ചും എങ്ങനെയാണ് അത് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. ഈ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി 31 എന്നുള്ളതാണ്. Question number 38. Except cranial nerves, which nervous tissue link between the brain and body parts? Option A cerebellum, option B reticular formation, option C spinal cord and option D basal ganglia. ഈ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ സി സ്പൈനൽ കോഡാണ്. ക്രേനിയൽ നെർവ്സും ബ്രെയിനെയും ബോഡി പാർട്സിനെയും കണക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ക്രേനിയൽ നെർവ്സ് അല്ലാതെ ഏത് നെർവസ് ടിഷ്യൂ ആണ് ബ്രെയിനും ബോഡി പാർട്സും തമ്മിൽ കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. ശരി ഉത്തരം ഓപ്ഷൻ സി. Question number 39. Neurotransmitter that stimulate the muscle fiber at neuromuscular junction is option A dopamine, option B acetylcholine, option C gamma aminobutyric acid and option D serotonin. ഈ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി അസറ്റൈൽ കൊളീൻ എന്നുള്ളതാണ്. അസറ്റൈൽ കൊളീൻ എന്ന് പറയുന്നത് ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. ന്യൂറോ മസ്കുലാർ ജംഗ്ഷനിൽ മസിൽ ഫൈബറെ സ്റ്റിമുലേറ്റ് ചെയ്യുക. Question number 40. An involuntary and immediate motor response to a sensory stimulus is option A reflex action, option B irritability, option C conductivity and option D sensory transduction. ഒരു സെൻസറി സ്റ്റിമുലസിനോട് ഇൻവോളണ്ടറി ആയിട്ടും ഇമ്മീഡിയറ്റ് ആയിട്ടും ഉണ്ടാകുന്ന ഒരു മോട്ടോർ റെസ്പോൺസിനെ റിഫ്ലെക്സ് ആക്ഷൻ എന്നാണ് വിളിക്കുക. ഈ റിഫ്ലെക്സ് ആക്ഷൻ ബേസിക്കലി ഒരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസം ആണ്. ഇവിടെ നിങ്ങൾക്ക് പിക്ചറിൽ നോക്കിയാൽ മനസ്സിലാകും. ഒരു സ്കിന്നിൽ നിന്നും സെൻസറി ഇൻഫർമേഷൻ നെർവ് ഫൈബർ വഴി പോസ്റ്റീരിയർ റൂട്ട് ഓഫ് ഗാംഗ്ലിയോണിൽ എത്തുന്നു സ്പൈനൽ കോഡിൽ. ആ ഒരു സ്പൈനൽ കോഡിൽ നിന്നും ഒരു റെസ്പോൺസ് വീണ്ടും മിക്സ്ഡ് നെർവ് വഴി മോട്ടോർ നെർവ് ഫൈബറിലേക്ക് എത്തി ഒരു മോട്ടോർ ആക്ഷൻ ഇനിഷ്യേറ്റ് ചെയ്യുന്നു. നെർവ് എൻഡിങ്ങിലുള്ള സെൻസറി റിസപ്റ്റേഴ്സിനെ ഒരു സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിനെയാണ് ഇറിറ്റബിലിറ്റി എന്ന് പറയുക. അങ്ങനെ ഇറിറ്റബിലിറ്റി വഴി ഉണ്ടാവുന്ന നെർവ് ഇമ്പൾസ് മറ്റൊരു ന്യൂറോണിലേക്ക് മൂവ് ചെയ്യുന്നതിനെ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നു. സെൻസ് ഓർഗൻസിൽ ഉണ്ടാവുന്ന സെൻസേഷൻസ് ന്യൂറോണൽ ഇമ്പൾസ് ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നതിനെയാണ് സെൻസറി ട്രാൻസ്ഡക്ഷൻ എന്നുള്ള വാക്കുകൊണ്ട് അർത്ഥമാക്കുക. ഇവിടുത്തെ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ എ റിഫ്ലെക്സ് ആക്ഷൻ. Question number 41. Sheaf of nerve which resembles a horse tail is option A fimbria, option B cauda equina, option C dendrites and option D sensory receptors. കുതിരയുടെ വാല് പോലെ തൂങ്ങിക്കിടക്കുന്ന നെർവുകളുടെ കൂട്ടത്തെ വിളിക്കുന്ന പേരെന്താണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി കാഡ എക്വിന എന്നുള്ളതാണ് ശരിയായ ഉത്തരം. ഇവിടെ പിക്ചറിൽ കാണിച്ചിട്ടുണ്ട്.
ഓവറിയുടെ അടുത്തുള്ള ഫെലോപ്പിയൻ ട്യൂബിൽ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ആയിട്ട് കാണുന്ന സ്ട്രക്ചറിനെയാണ് ഫിംബ്രിയ എന്നുള്ള വാക്കുകൊണ്ട് വിളിക്കുക. ഈ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി കോഡ ഇക്വിന. Question number 42. Knee jerk is one example of option A autonomic reflex, option B simple reflex action, option C stretch reflex, option D none of the above. സിമ്പിൾ റിഫ്ലെക്സ് ആക്ഷനും ഓട്ടോണോമിക് റിഫ്ലെക്സസും സ്ട്രെച്ച് റിഫ്ലെക്സസും സ്പൈനൽ റിഫ്ലെക്സസിൻ്റെ 3 തരത്തിലുള്ള റിഫ്ലെക്സുകളാണ്. സ്പൈനൽ റിഫ്ലെക്സിൽ സെൻസറി ന്യൂറോൺസ്, കണക്ടർ ന്യൂറോൺസ്, ലോവർ മോട്ടോർ ന്യൂറോൺസ് ഇങ്ങനെ 3 തരത്തിലുള്ള ന്യൂറോൺസ് ആണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ബേസിക് ഫംഗ്ഷൻ ഓഫ് സ്പൈനൽ റിഫ്ലെക്സ് എന്ന് പറയുക പ്രൊട്ടക്റ്റീവ് ഫംഗ്ഷനാണ്. അതിൽ സിമ്പിൾ റിഫ്ലെക്സ് ആക്ഷനിൽ ഒരു സെൻസറി സ്റ്റിമുലേഷൻ സെൻസറി നെർവ് വഴി പോസ്റ്റ് റൂട്ട് ഓഫ് ഗാംഗ്ലിയോൺ വഴി സ്പൈനൽ കോഡിൽ എത്തുകയും ബ്രെയിനിലേക്ക് പോകാതെ ഒരു ഇമ്മീഡിയറ്റ് ആക്ഷൻ ആയിട്ടുള്ളൊരു മോട്ടോർ റെസ്പോൺസ് മിക്സഡ് നെർവ് വഴി മോട്ടോർ നെർവ് ഫൈബർ എൻഡിങ്സിലേക്ക് വന്ന് മോട്ടോർ ആക്ഷൻ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. ഇതാണ് സിമ്പിൾ റിഫ്ലെക്സ് ആക്ഷൻ. സ്ട്രെച്ച് റിഫ്ലെക്സിൽ ഒരു ജോയിൻറ്റിൻ്റെ താഴ്ഭാഗത്തായിട്ട് ടെൻഡൻ്റെ മുകളിലായിട്ട് ടാപ്പ് ചെയ്യുമ്പോൾ ജോയിൻറ്റ് ബെൻഡ് ചെയ്യുന്നതായിട്ട് കാണപ്പെടുന്നു. ഇത് ടെൻഡൻ സ്ട്രെച്ച് ആകുന്നതിൻ്റെ ഭാഗമാണ്. ആ ഒരു സെൻസറി മോട്ടോർ ന്യൂറോൺ ആക്ഷനിലൂടെയാണ് ഈ ഒരു സ്ട്രെച്ച് റിഫ്ലെക്സുകൾ കാണുക. ഇതിനും പ്രൊട്ടക്റ്റീവ് ഫംഗ്ഷനാണുള്ളത്. മൂന്നാമത്തത് ഓട്ടോണോമിക് റിഫ്ലെക്സ് ആണ്. ബ്രൈറ്റ് ലൈറ്റിൻ്റെ പ്രസൻസിൽ പ്യൂപ്പിലറി കൺസ്ട്രിക്ഷൻ ഉണ്ടാവുന്നത് ഓട്ടോണോമിക് റിഫ്ലെക്സിൻ്റെ എക്സാമ്പിളാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് നീ ജെർക്ക് എന്നുള്ളത് ഏത് റിഫ്ലെക്സിൻ്റെ എക്സാമ്പിൾ എന്നുള്ളതാണ്. ഓപ്ഷൻ സി സ്ട്രെച്ച് റിഫ്ലെക്സ് എന്നുള്ളതാണ് ഇതിൻ്റെ ശരിയായ ഉത്തരം. Question number 43. Largest nerve in the body is option A radial nerve, option B sciatic nerve, option C olfactory nerve and option D vagus nerve. ഓപ്ഷൻ ബി സയാറ്റിക് നെർവ് ആണ് ഈ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം. ഏകദേശം അതിൻ്റെ ഒറിജിൻ ചെയ്യുന്ന സ്ഥലത്ത് 2 സെൻറ്റിമീറ്റർ വിഡ്ത്താണ് സയാറ്റിക് നെർവിന് ഉണ്ടാവുക. Question number 44. Cranial nerves are option A 10 pairs, option B 11 pairs, option C 12 pairs and option D 13 pairs. ഇവിടെ ടേബിളർ കോളത്തിൽ ക്രേനിയൽ നെർവിൻ്റെ നമ്പർ, ക്രേനിയൽ നെർവിൻ്റെ പേര്, അതിൻ്റെ ബേസിക് ഫംഗ്ഷൻ, അത് ഏത് ടൈപ്പാണ്, സെൻസറി ആണോ മോട്ടോർ ആണോ അതോ മിക്സ്ഡ് ടൈപ്പ് ആണോ എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ക്രേനിയൽ നെർവ്സ് ഓർത്ത് വയ്ക്കാനായിട്ട് ഒരു ഫ്രീസും അതൊരു ടേബിളർ കോളത്തിലാക്കി ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രേനിയൽ നെർവ്സിൻ്റെ ഫങ്ഷൻസ് ഓർത്ത് വയ്ക്കാനും ഒരു ഫ്രേസ് സ്ലൈഡിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കിത് വീഡിയോ പോസ് ചെയ്ത് നോട്ട് ഡൗൺ ചെയ്യാവുന്നതാണ്. ഈ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ സി 12 പേഴ്സ് എന്നുള്ളതാണ്. Question number 45. Largest nerve among cranial nerve is option A abducen nerve, option B trigeminal nerve, option C trochlear nerve and option D vagus nerve. ഓപ്ഷൻ ബി ട്രിജിമിനൽ നെർവ് എന്നുള്ളതാണ് ഈ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം. Question number 46. Nerve essential for swallowing and gag reflex is option A glossopharyngeal nerve, option B vagus nerve, option C trigeminal nerve and option D facial nerve. ഓരോ ക്രേനിയൽ നെർവിൻ്റെയും ഫംഗ്ഷനുകൾ മെൻഷൻ ചെയ്യുന്ന ഒരു ടേബിളർ കോളം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഈ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ എ ഗ്ലോസോഫാരൻജിയൽ നെർവ് എന്നുള്ളതാണ്. Question number 47. Site of referred pain associated with heart is at option A right shoulder, option B left shoulder, option C lower abdomen and option D lower back. ഹാർട്ട് ഡിസീസുമായി ബന്ധപ്പെട്ടുള്ള റെഫേർഡ് പെയിൻ ഏത് സൈറ്റിലാണ് കാണുക താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷനുകളിൽ നിന്നുള്ളതാണ്. ഓപ്ഷൻ ബി ലെഫ്റ്റ് ഷോൾഡർ എന്നുള്ളതാണ് ഈ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം. Question number 48. Cluster of nerve cell bodies located in peripheral nervous system are called as option A nuclei, option B ganglia, option C neural tracts, option D nerves. ഈ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ഗാൻഗ്ലിയ എന്നുള്ളതാണ്. പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ നെർവ് സെൽ ബോഡീസിനെ ഗാൻഗ്ലിയ എന്നാണ് വിളിക്കുക. Question number 49. Foot drop results as a result of injury to option A deltoid ligament, option B peroneal nerve, option C tibial nerve, option D vagus nerve. ഫുഡ് ഡ്രോപ്പ്
പെരിനിയൽ നെർവിൻ്റെ ഇഞ്ചുറി മൂലമാണ് ഉണ്ടാവുക. ഓപ്ഷൻ ബി പെരിനിയൽ നെർവ് എന്നുള്ളതാണ് ഈ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം. Question number 50. Nerve supply of tonsil is dash. Option A facial nerve, option B hypoglossal nerve, option C glossopharyngeal nerve and option D vagus nerve. ഈ ചോദ്യത്തിന് ശരിയായ ഉത്തരം ഓപ്ഷൻ സി ഗ്ലോസോഫാരൻജിയൽ നെർവ് എന്നുള്ളതാണ്. ടോൺസിൽസ് ഫാരിങ്സിലാണ് കാണപ്പെടുക. ഗ്ലോസോഫാരൻജിയൽ എന്നുള്ള വേർഡ് തന്നെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. Question number 51. Vasoconstriction in skin is option A sympathetic activity, option B parasympathetic activity, option C both A and B and option D none of the above. സ്കിന്നിലുള്ള വാസോകൺസ്ട്രിക്ഷൻ സിമ്പതറ്റിക് ആക്ടിവിറ്റി ആണ്. സിമ്പതറ്റിക് നെർവസ് സിസ്റ്റത്തിൻ്റെ റെസ്പോൺസ് ആയിട്ടാണ് ഉണ്ടാവുക. ഓപ്ഷൻ എ സിമ്പതറ്റിക് ആക്ടിവിറ്റി എന്നുള്ളതാണ് ശരിയുത്തരം. Question number 52. Smallest cranial nerve is option A hypoglossal nerve, option B glossopharyngeal nerve, option C trochlear nerve and option D olfactory nerve. Right answer for this question is option C trochlear nerve. Question number 53. Leber's nerve is another name of which nerve? Option A medial nerve, option B radial nerve, option C ulnar nerve, option D auxiliary nerve. ഹാൻഡിൻ്റെ ഫോറാമിലേക്ക് സപ്ലൈ ചെയ്യുന്ന നെർവ് മീഡിയൽ നെർവാണ്. ഹാൻഡുമായി ബന്ധപ്പെട്ടുള്ള മോസ്റ്റ് ഓഫ് ദ മൂവ്മെൻറ്റ്സിനും ഈ ഒരു മീഡിയൽ നെർവിൻ്റെ സപ്ലൈ ആണ് ഹെൽപ്പ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ലേബേഴ്സ് നെർവ് എന്നുള്ള വിളിപ്പേരിൽ മീഡിയൽ നെർവ് അറിയപ്പെടുന്നു. ഈ ചോദ്യത്തിൻ്റെ ശരിയുത്തരം ഓപ്ഷൻ എ മീഡിയൽ നെർവ് എന്നുള്ളതാണ്. Question number 54. CSF is contained in option A extradural space, option B subdural space, option C subarachnoid space and option D subpial space. CSF ഏത് സ്പേസിലാണ് ഉൾക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ പിക്ചറിൽ നിങ്ങൾക്ക് കാണാം സബ് സ്പേസ് എന്ന് പറഞ്ഞിട്ട് ഒരു ആരോ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. സബ് സ്പേസ് ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. Question number 55. Anterior fontanelle is formed by all except option A coronal suture, option B frontal bone, option C lambdoid suture and option D sagittal suture. ഇവിടെ ആൻറ്റീരിയർ ഫോണ്ടനലെ സൂചിപ്പിക്കുന്ന പിക്ചർ തന്നിട്ടുണ്ട്. കൊറോണൽ സ്യൂച്ചർ, ഫ്രണ്ടൽ ബോൺ, സജൈറ്റൽ സ്യൂച്ചർ ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് ആൻറ്റീരിയർ ഫോണ്ടനൽ ഫോം ചെയ്തിട്ടുള്ളത്. ലാംഡോയിഡ് സ്യൂച്ചർ ഒരു തരത്തിലും ആൻറ്റീരിയർ ഫോണ്ടനലെ ഫോം ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നില്ല, മറിച്ച് പോസ്റ്റീരിയർ ഫോണ്ടനലയുടെ ഭാഗമായിട്ടാണ് വരിക. ഈ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ സി ലാംഡോയിഡ് സ്യൂച്ചർ എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ക്ലാസ്സുകളുടെ അപ്ഡേഷന് വേണ്ടി ഓൾ എന്ന ബെല്ലൈക്കൺ അമർത്തുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് ക്ലാസ്.